ശ്രീ എൻ എം പിയേഴ്സൺ, ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്ന മണ്ഡലമാണ് വടകര. ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന് ഒരാളെ കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്നത്? ഇപ്പോൾ പല പേരുകളും ഉയർന്നു വന്നു, ഒരിടത്തും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. അവസാനമായി അവിടെ രമ പറയുകയാണ് അവിടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാമെന്ന്. ഇത് യു ഡി എഫിന് സാധ്യതകൾ കൂട്ടിയിട്ടുണ്ടോ? പക്ഷെ ഒരു ആളെ കണ്ടെത്തുവാൻ ഇത് ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ യു ഡി എഫിന്. ഒരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ്, ഫിലിപ്പോസ് തോമസ്, അത്തരത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും തിരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് എന്നെപ്പോലുള്ള ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ട്. അത് ശരിയല്ല നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ കുറച്ചും കൂടി രാഷ്ട്രീയമായിട്ട് നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന നിലക്കാണ് ഞാൻ അതിനെ എതിർത്തിരുന്നത്. ഇപ്പോൾ വടകരയിലെ പി ജയരാജൻ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചർച്ചയാവും എന്ന നിലക്കും, അതേപോലെ തന്നെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് നിർത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പി ജയരാജൻ ജയിക്കുമെന്നൊക്കെയാണ് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ നിരീക്ഷിച്ചിരുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ശക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ പി ജയരാജൻ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയം, അത് അക്രമ രാഷ്ട്രീയമായാലും മാർക്സിസ്റ്റ് രാഷ്ട്രീയമായാലും എന്തായാലും അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് കോൺഗ്രസിനില്ല എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് എതിർക്കപ്പെടുന്ന ഒന്നാണ് എങ്കിൽ പി ജയരാജൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുകയാണ്. ഞാൻ ജയരാജൻ്റെ ജയസാധ്യതയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളും കൃത്യമായിട്ട് അന്ന് വിലയിരുത്തിയിരുന്നു. അദ്ദേഹത്തിന് CPM അണികളുമായിട്ടുള്ള വളരെയുള്ള ഇഴയടുപ്പമുള്ള ബന്ധം എന്ന് പറയുന്നത് മറ്റു പല നേതാക്കന്മാർക്ക് ഇല്ലാത്തതാണ്. കാരണം അദ്ദേഹം താഴെത്തട്ടുള്ള ആളുകളുടെ പോലെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ CPM പറയുന്നുണ്ട് അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ബലിയാടാണ്. അദ്ദേഹത്തിൻ്റെ തൂങ്ങി നിൽക്കുന്ന കൈകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ സൂചിപ്പിക്കുന്ന കാര്യം. ഇങ്ങനെ ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വളരെ ശക്തമായ രാഷ്ട്രീയ പ്രതിയോഗിയെ അവതരിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പരാജയമായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ RMPയുടെ സഹായം കൊണ്ട് മാത്രം ജയിക്കാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നത് ശരിയായ സമീപനമായിരിക്കുകയില്ല. രാഷ്ട്രീയമായിട്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ കണക്കാക്കേണ്ടത്. RMP ഒരു കാരണവശാലും പി ജയരാജൻ ജയിക്കുന്നതിനെ അനുകൂലിക്കുന്നതായിട്ടുള്ള നിലപാടെടുക്കില്ല. കാരണം അത് അവരുടെ ജീവനെടുത്ത ഒരു വ്യക്തിയെന്ന് അവർ ആരോപിക്കുന്നതായിട്ടുള്ള ആൾ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് അവരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ അവിടെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് എന്ത് രാഷ്ട്രീയമാണ് അവിടെ മുന്നോട്ട് വെക്കാനായിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രതി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവിടെ പരാജയപ്പെടും എന്ന് തന്നെയാണ് എനിക്ക്. ശരി, ശ്രീ പന്തളം സുധാകരൻ, എന്തുകൊണ്ടാണ് വടകരയിൽ തട്ടി ഇങ്ങനെ വൈകുന്നത്? വടകരയേക്കാൾ കൂടുതൽ ഇപ്പോൾ വയനാടും ആലപ്പുഴയും തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. അത് ആറ്റിങ്ങൽ ആകാത്തത് ഈ വയനാടും ആലപ്പുഴയും തീരുമാനമാകാത്തത് കൊണ്ടാണ്. ഈ വടകര നിങ്ങൾ അതീവ ഗൗരവമായി എടുക്കുന്നില്ലേ? അല്ല, ഇതിപ്പോൾ ഈ തട്ടി നിൽക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു മാധ്യമ ഭാഷ്യമാണല്ലോ. കാരണം നേതാക്കളും പറയുന്നുണ്ട് കേട്ടോ, മാധ്യമങ്ങളെ കാണുമ്പോൾ നേതാക്കളും അങ്ങനെ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി അതിൻ്റെ ഔദ്യോഗിക വക്താവ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ 12 എണ്ണത്തിൽ മാറ്റം വരും എന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡ്. ബാക്കി 4 എണ്ണം, അതിൽ ഒന്നാണ് വടകര. ആ വടകരയുള്ള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശ്രീ എൻ എം പിയേഴ്സൺ പറഞ്ഞ പോലെ കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിനെതിരെ മനസാക്ഷിയുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. അത് വോട്ടാക്കി മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ വടകരയിലായിരുന്നു. അവിടെ മുല്ലപ്പള്ളി ആദ്യം തന്നെ പിന്മാറി, അതിനുശേഷം ഒരാളെ കണ്ടെത്തുവാൻ വൈകുകയാണ്. അതിനേക്കാൾ ശക്തമായിട്ട് വയനാടിന്റെ കാര്യത്തിൽ തീരുമാനം പോവുകയാണ്. വയനാട്ടിൽ ആര് വേണം? വയനാട്ടിൽ നിൽക്കുവാൻ വേണ്ടി ആളുകൾ മത്സരിക്കുകയാണ്. അതല്ല, ഞാനിപ്പോൾ ഈ 4 നിയോജക മണ്ഡലം പേരെപ്പോഴും ആവർത്തിക്കേണ്ടല്ലോ. ആ 4 നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നാളെ പ്രഖ്യാപിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതിനിടയ്ക്ക് പലർക്കും ഒരു സന്തോഷത്തിന് വേണ്ടി പല നേതാക്കന്മാരുടെയും പേരുകൾ ഇങ്ങനെ വന്നു പോകും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും മികവുള്ള ജയസാധ്യതയല്ല ജയിക്കണം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് ശ്രീമതി KK രമ തന്നെ ഇപ്പോൾ UDF എതിരായി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനസാക്ഷിയോട് കാര്യം അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചിന്തിക്കുന്നവർ മുഴുവൻ കേരളത്തിൽ മനസമാധാനം ആഗ്രഹിക്കുന്ന ഒരു അതുകൊണ്ട് നാളെ കിട്ടുകയാണ് വടകരയിൽ. അതിൽ ഒരു കാര്യം കൂടി സമയമില്ലേ? അല്ലല്ല, അതായത് ശ്രീ ഹൈബി ഈഡനെ കുറിച്ച് പറഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യം. ഹൈബി ഈഡൻ ജോർജ് ഈഡന്റെ മകൻ
എന്നുള്ള നിലയിൽ മാത്രമല്ല അതായത് സെന്റ് ആൽബർട്ട്സ് സ്കൂളിലും കോളേജിലും യൂണിറ്റ് പ്രസിഡന്റായി അത് മാത്രമല്ലാത്ത ചില മികവുകളും തോമസ് മാഷ് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ശ്രീ തോമസ് മാഷ് പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല, ശ്രീ തോമസ് മാഷ് പറയുന്നുണ്ടായിരുന്നു. ശ്രീ പിയേഴ്സൺ ആദ്യം ഉപയോഗിച്ചൊരു വാചകം നിലപാട് എന്നാണ്. നിങ്ങൾ ഈ പറയുന്ന RMPയിൽ നിന്ന് നിലപാടാണ് കണ്ടിട്ടുള്ളത്. അവിടെ ചേറോട് പഞ്ചായത്ത് ലീഗിൻ്റെ പിന്തുണയോട് ഇവരുടെ പിന്തുണയോടുകൂടി അവിടെ UDF ഭരിക്കുന്നുണ്ട്. എന്ത് നിലപാടാണ് ശ്രീ പിയേഴ്സൺ? അവിടെ ഒഞ്ചിയം പഞ്ചായത്ത് ഇതേ RMP ഭരിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടുകൂടി. എന്താണ് നിലപാട്? നിങ്ങൾ വളരെ ഭംഗിയായി നിലപാട് സ്വതന്ത്രൻ എന്നെല്ലാം പറഞ്ഞ് മിഠായി പൊതിയിൽ നല്ല മനോഹരമായി വിഷം പൊതിഞ്ഞെടുത്താണ് അവിടെ വിതരണം ചെയ്തത്. നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സഖാവ് PJ രാജനെ പറയുന്നു, ഇവിടെയും പറഞ്ഞല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ K സുധാകരനെ കാണുന്നില്ല? അവിടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ബിംബം തന്നെയാണ് സഖാവ് PJ രാജൻ. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. രണ്ട് വശങ്ങളും രണ്ട് വശവും പറയുന്ന പിയേഴ്സണോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ഒരു നിലപാടും നിങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനത്തിൽ വന്നില്ല. ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സമയമില്ല സമയമില്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സമയം അവസാനിച്ചു, അതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കുക. ഇടവേളയ്ക്ക് ശേഷം മഷിനോട്ടം.